Hi friends, വിൻഡോജുവിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി പ്രിലിംസ് അടുത്തെത്തി. ഇനി 20 ദിവസങ്ങളേ ഉള്ളൂ. ചിലർക്കൊക്കെ ആദ്യത്തെ എക്സാം സ്റ്റേജ് 1 എക്സാം വരുന്നവർക്ക് 20 ദിവസങ്ങൾ കൂടിയാണ് ഇനി ബാലൻസ് ഉള്ളത്. ഞാനിന്ന് ഇവിടെ പറയുന്നത് ഒരു 20 ഡേയ്സിന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഒരിക്കലും ഇതിൽ വളരെ വലിയ മാർക്കുകൾ വാങ്ങി റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും മുകളിലേക്ക് എത്തേണ്ടതല്ല, മറിച്ച് ആ ക്വാളിഫയിങ് എക്സാമിനേഷനുള്ള കട്ട് ഓഫ് മാർക്കിന്റെ മുകളിലേക്ക് എത്തി മെയിൻ എഴുതാൻ ഉള്ള ഒരു എക്സാമിനേഷനാണ്. അതാണ് ആദ്യം അറിഞ്ഞത്. രണ്ടാമത്തേത് ഇതിന്റെ സിലബസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പലർക്കും അറിയണ്ടായിരിക്കും, നന്നായി പഠിക്കുന്നവർക്കും തീരെ പഠിച്ചു തുടങ്ങാത്തവർക്കും ഒക്കെ സിലബസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, ഇപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ആ സിലബസ് അറിഞ്ഞാൽ മാത്രം പോരാ, അതിന്റെ ഓരോ ഭാഗത്തുമുള്ള മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. കൂടാതെ ഈ എക്സാമിന്റെ എക്സ്പെക്റ്റഡ് ലെവൽ, ഇത് ഡിഗ്രി ലെവൽ എക്സാം ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ഡീപ്പ് ലെവലായിട്ടുള്ള +2 തലത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും ഒരു +2 തലത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അടുത്തൊരു കാര്യം ഇതിന്റെ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ഈ 20 ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ മാർക്സ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് അറിയേണ്ടത്. നമുക്കതിനെ വളരെ സിമ്പിൾ ആക്കാം. അതിനെങ്ങനെ ഹിസ്റ്ററി, ജോഗ്രഫി എന്നും പറയാതെ നമുക്ക് മൊത്തം എടുക്കുകയാണെങ്കിൽ മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം, അതിൽ 50 മാർക്ക് ഉണ്ട്. അതിൽ മാത്സിലും മെന്റൽ എബിലിറ്റിയിലും 20 മാർക്ക്, ഇംഗ്ലീഷിൽ 20 മാർക്ക്, മലയാളത്തിൽ 10 മാർക്ക്, അങ്ങനെ 50 മാർക്ക് ഉണ്ട്. GK ആൻഡ് കറണ്ട് അഫയേഴ്സ് 50 മാർക്ക്. ഈ ആദ്യത്തെ മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം ആ 50 മാർക്കിന് ഒരു സ്ട്രാറ്റജിയും GK ആൻഡ് കറണ്ട് അഫയേഴ്സിന് 50 മാർക്കിന് വേറൊരു സ്ട്രാറ്റജിയുമാണ്. രണ്ടും ഞാൻ വിശദീകരിക്കാം. മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം ഇനി അങ്ങോട്ടുള്ള 20 ദിവസങ്ങൾ തന്നെ വൃത്തിക്ക് പഠിച്ചു പോയാൽ അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം. നന്നായി പഠിച്ചവരാകട്ടെ അവരും അവിടെ മുഴുവൻ മാർക്ക് ഉറപ്പിക്കുന്നതിനുള്ള പ്രോഗ്രാം ആയിരിക്കണം അവർക്ക് ഉണ്ടാവേണ്ടത്. ഇതുവരെ നന്നായി പ്രിപ്പയർ ചെയ്തു പോയവർ, ഇതുവരെ ഒന്നും പ്രിപ്പയർ ചെയ്യാത്തവരോ അല്ലെങ്കിൽ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചവരോ അവർ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അതിൽ നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ, ബാക്കി GKനെ അപേക്ഷിച്ച് ഈ 20 ദിവസത്തിനുള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടാൻ പറ്റാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ പറയുന്നത്. പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾ ഡിഗ്രി തലത്തിലുള്ള മുൻകാല ചോദ്യ പേപ്പറുകൾ നെറ്റിൽ ധാരാളം കിട്ടും, അതല്ലെങ്കിൽ നമ്മുടെ ആപ്പിലുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് തിരിച്ചറിയുക. ആ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ വീക്ക്നെസ്, നിങ്ങൾക്ക് കൺസെപ്റ്റൽ ക്ലാരിറ്റി വേണ്ട, മാത്സിൽ ചിലത് കിട്ടി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ചിലത് കിട്ടി, അതും സിലബസും വെച്ച് നോക്കി വിപണിയിൽ ലഭ്യമായ 8 ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നല്ല ഗൈഡോ ഇംഗ്ലീഷിൻ്റെയും മാത്സിൻ്റെയും സെപ്പറേറ്റ്, മലയാളത്തിൻ്റെയും സെപ്പറേറ്റ് വാങ്ങി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻസ് അടക്കമുള്ള എങ്ങനെയുള്ള ഇതിൽ പറഞ്ഞിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാമിന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് വൈസായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏതെങ്കിലും നല്ല ഒരു 3 മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് ബുക്കുകൾ വാങ്ങി നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കൃത്യമായ സമയമെടുത്തുകൊണ്ടത് പഠിച്ചു തീർക്കുക. നിങ്ങൾക്ക് കൺസെപ്റ്റ് ക്ലിയർ അല്ലാത്തത് എങ്ങനെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ 1 and 2 സ്റ്റേജ് 2021 നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കഴിഞ്ഞ കാലത്ത് വിവിധ ബോർഡുകളിലേക്ക് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്കൊക്കെ നടന്ന എക്സാമുകളുടെ നമുക്ക് അവൈലബിൾ. അത് രണ്ടുമാണ് നിങ്ങൾ നന്നായി ചെയ്തു നോക്കേണ്ടത്. അതുകൂടാതെ നമ്മുടെ എന്തും കൂടി ചെയ്തു നോക്കണം. ടോപ്പിക് വൈസ് ആയിട്ടുള്ളത് നിങ്ങൾ ആ ഗൈഡിൽ നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം, അതവിടെ ഉറപ്പിക്കുക. ഇംഗ്ലീഷിനും മാത്സിനും മലയാളത്തിലും മെന്റൽ എബിലിറ്റിക്കും ഇതാണ് ഞാൻ പറയുന്ന പരിപാടി. അതായത് പ്രാക്ടീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ്, ഐഡന്റിഫൈ യുവർ വീക്ക്നെസ് ഓർ സ്ട്രെങ്ത് ഉള്ള മേഖലയാണെങ്കിൽ അവിടെ കൺസെപ്റ്റൽ ക്ലാരിറ്റി ഒക്കെ വളരെ പക്കയായിട്ടുണ്ട്. വീക്ക്നെസ് കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ കൺസെപ്റ്റൽ ക്ലാരിറ്റി ഉണ്ടാക്കി അതിന് റെമഡിയൽ മെഷേഴ്സ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അങ്ങനെ ഈ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ ഈസിയായി അവിടെ അത്യാവശ്യം മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം നിങ്ങളുടെ അടുത്ത്. അപ്പോൾ ഒരു ദിവസം ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് 200 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് മൊത്തം കിട്ടും. അങ്ങനെ ഒരു 10 എണ്ണം ചെയ്യുമ്പോൾ തന്നെ 500 ക്വസ്റ്റ്യൻസ് കിട്ടും. നിങ്ങൾക്ക് ഏകദേശം നിങ്ങളെക്കുറിച്ചൊരു ധാരണയായിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ പുസ്തകങ്ങളിൽ മുൻകാല ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ടോപ്പിക് വൈസ് ആയിട്ടുള്ളത്, അതുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പോയി നോക്കുക. ഓക്കെ, അടുത്തത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ്. വാസ്റ്റ് സിലബസ് ആണ്. ഈ 20 ദിവസമല്ല, നിങ്ങൾ അത്യാവശ്യം ഒരു 4-5 മാസം ഇരുന്ന് പഠിച്ചാലും ഏറ്റവും ഡീപ്പായിട്ടൊന്നും ഒരു മേഖലയിൽ നിങ്ങൾ അറിയില്ലെങ്കിൽ
നമുക്ക് പഠിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. അവിടെ സ്കോറിംഗ് റീജിയൻസ് അറിഞ്ഞിരിക്കണം. സ്കോറിംഗ് റീജിയൻ, കാരണം ഇനി അങ്ങോട്ടത് മൊത്തം പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇനി പഠിച്ചവരെ എന്താ ചെയ്യേണ്ടത്? അത് ഓർമ്മയിൽ നിലനിർത്താനുള്ള, നിങ്ങൾ പഠിച്ച കാര്യം മെമ്മറിയിൽ നിലനിർത്തുന്നതിന് ആവശ്യമായ നടപടികളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാനുമാണ് നിങ്ങൾ നോക്കേണ്ടത്. അൺഓർഗനൈസറായിട്ട് പഠിച്ചവർ, അതല്ലെങ്കിൽ മുഴുവൻ പഠിച്ച് കവർ ചെയ്യാത്തവർ, ഇപ്പം പഠിക്കാൻ തുടങ്ങുന്നവർ, ഇവരോട് എനിക്ക് പറയാനുള്ളത് സ്കോറിംഗ് റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് ഡിപ്പെൻഡിങ് ഓൺ യു ആയിരിക്കും. ഇപ്പോൾ ഹിസ്റ്ററിയിൽ നല്ല കഴിവുള്ള ആളാണെങ്കിൽ ഹിസ്റ്ററിയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് വീക്ക്നെസ് എന്നറിഞ്ഞ് അവിടെയൊക്കെ എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വീക്ക്നെസ് അറിഞ്ഞതിന് ശേഷം അതിൻ്റെ റെമഡിയൽ മെഷേഴ്സ്, പരിഹാര മാർഗങ്ങൾ കാണുക. ഒരു ഗൈഡൊക്കെ മേടിച്ച് അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ട് ചെയ്യുക. അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച ഒരാളാണെങ്കിൽ അവിടെ കമ്പ്യൂട്ടർ സയൻസ് അറിയാം, എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് കാര്യമില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ആ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വരുന്ന എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും നിങ്ങൾ റാങ്ക് ഫയലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ ഏതെങ്കിലും നോക്കിയൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് അറിയുമോ എന്നറിയുക. ഇല്ലെങ്കിൽ അതൊക്കെ പഠിച്ചൊന്ന് ബ്രഷപ്പ് ചെയ്യാനുള്ള കാര്യം നോക്കുക. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം മാർക്ക് മേടിക്കാൻ പറ്റാവുന്ന മേഖലകൾ കണ്ടെത്തി അവിടെ നന്നായി മാർക്ക് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഉള്ള 20 ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പിക്കാൻ പറ്റാവുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിനാദ്യം നമുക്ക് GK ആൻഡ് കറണ്ട് അഫയേഴ്സിലെ സിലബസിലൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഹിസ്റ്ററി 10 മാർക്സ്, ജോഗ്രഫി 5 മാർക്സ്, എക്കണോമിക്സ് 5 മാർക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്സ്, സിവിക്സ് 5 മാർക്സ്. അതൊന്ന് മാത്രം ഹിസ്റ്ററിയും ജോഗ്രഫിയും ധാരാളം അറിയാത്തവർ അവിടെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇതിൽ നിങ്ങൾക്ക് ഹിസ്റ്ററിയും ജോഗ്രഫിയും പറ്റാവുന്ന മേഖലയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ആർട്സ്, വാസ്റ്റ് ഏരിയ തന്നെയാണ്. കറണ്ട് അഫയേഴ്സ് ഒക്കെ അവിടെ ചില പാഠഭാഗങ്ങളുണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ 5 മാർക്സ് ഉണ്ട്. ഞാൻ മറ്റൊരു വീഡിയോ അത് നമുക്ക് ലോ ഇൻവെസ്റ്റ്മെന്റിൽ മാക്സിമം മാർക്ക്, ലോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റാവുന്ന ഒരു മേഖലയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്സ് വാസ്റ്റ് ഏരിയയാണ്. ഹിസ്റ്ററി പോലെ തന്നെ. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഒക്കെ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഹിസ്റ്ററി ഒന്നും മൊത്തം പഠിച്ചെടുക്കാമെന്ന് ഇനി അങ്ങോട്ട് വിചാരിക്കേണ്ട. പഠിച്ചു കഴിഞ്ഞവർ അത് നന്നായിട്ട് ബ്രഷപ്പ് ചെയ്യുക. പഠിക്കാത്തവർ അവിടേക്ക് കടക്കണ്ട, പണി കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെയാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അറിയാത്തവർ, ഒട്ടും വിഷയം അറിയാത്തവർ അവിടെ ISRO പോലെയുള്ള ചില കീ ഏരിയാസ് ഉണ്ട്, അവിടേക്കൊന്ന് ഓടിച്ചു നോക്കുക. അവിടെ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയുള്ള കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മാക്സിമം മാർക്ക് മേടിക്കാൻ പറ്റാവുന്ന 4 മേഖലകൾ ഞാൻ GKയിൽ പറഞ്ഞുതരാം. എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, കമ്പ്യൂട്ടർ സയൻസ് 5 മാർക്ക്, മൊത്തം 20 മാർക്കിൻ്റെ. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒട്ടും പഠിച്ചിട്ടില്ലെങ്കിലോ നിങ്ങൾ അൺഓർഗനൈസർ ആയിട്ടാണോ പഠിച്ചിട്ടുള്ളതെങ്കിലോ നിങ്ങൾ ഉറപ്പിക്കേണ്ട മേഖലകൾ ഇതാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ വിപണിയിൽ ഗൈഡുകൾ കിട്ടും. ആ ഗൈഡുകൾ എടുക്കുക. ഡിഗ്രി ലെവലിലുള്ള ഗൈഡുകൾ തന്നെ മേടിക്കണം. നല്ല അഭിപ്രായമുള്ളത് നിങ്ങൾ വിപണിയിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ ആളുകളോട് ചോദിച്ചാൽ കിട്ടും. ഞാൻ ഇന്നൊരു ഗൈഡും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളുണ്ട്, ഇതൊക്കെ ക്ലാസ് എടുക്കുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ എക്കണോമിക്സിന് 5 മാർക്കാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കാണ്, സിവിക്സിന് 5 മാർക്കാണ്, കമ്പ്യൂട്ടർ സയൻസിന് 5 മാർക്കാണ്. ഇവിടെയൊക്കെ കുറച്ച് ഏരിയയിൽ നിന്ന് മാത്രമേ പഠിക്കാനുള്ളൂ. അതാണ് ഞാനിതിൻ്റെ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൈ റിട്ടേൺ എന്ന് പറയാനുള്ള കാരണം. കുറച്ച് സമയം പഠിച്ചാൽ മതി, കുറച്ച് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ആ കുറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് നമുക്ക് കൂടുതൽ മാർക്ക് മേടിക്കാൻ പറ്റും. അതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് ഇതുവരെ PSC ചോദിച്ച മുഴുവൻ പാഠഭാഗങ്ങളും മുഴുവൻ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളും ഇനി അങ്ങോട്ട് ചോദിക്കാനുള്ള മേഖലകളും 5 മുതൽ +2 വരെയുള്ള ഭരണഘടനയുമായി ബന്ധപ്പെട്ട എല്ലാ പാഠങ്ങളും എല്ലാ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദിവസവും അതിൻ്റെ സൂം ക്ലാസ്സസും നടക്കുന്നുണ്ട്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താലും കിട്ടും. അതുപോലെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് കിട്ടും. ആ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 5 മാർക്കും ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ 11 യൂട്യൂബ് വീഡിയോകൾ തന്നെയുണ്ട്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത് മുഴുവൻ കംപ്ലീറ്റ് ആക്കും. നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതുപോലെ എക്കണോമിക്സും സിവിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് വിവിധ യൂട്യൂബ് ചാനലുകൾ ഉപകാരപ്പെടും. അതല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ഗൈഡ് വാങ്ങി പഠിച്ചാലും മതി. അപ്പോൾ ഇനിയുള്ള ദിവസം ഈ മേഖലകളിൽ മാർക്ക് ഉറപ്പിക്കുന്നതിനായിരിക്കണം നിങ്ങളുടെ തന്ത്രം വേണ്ടത്. കൃത്യമായൊരു ടൈം ടേബിൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ പഠന രീതിക്ക് അനുസരിച്ച് ഉണ്ടാക്കുക. മിനിമം ഒരു 5-6 മണിക്കൂറെങ്കിലും പഠിക്കുന്നതിനുള്ള പ്ലാൻ നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കണം. ഇനി അങ്ങോട്ടുള്ള മുഴുവൻ ദിവസങ്ങളിലും ഇതിനായിട്ട് നീക്കി വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അത്തരത്തിലൊരു പ്ലാനോടുകൂടി നിങ്ങൾ പോവുകയാണെങ്കിൽ ഇനിയുള്ള ദിവസം വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട്
നമുക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസ് മറികടക്കാനുള്ള ശ്രമം ആരംഭിക്കാം. അപ്പോൾ നേരമൊട്ടും വൈകിയില്ല. കൂട്ടുകാരെ പോരൂ, നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്. എക്കണോമിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇതിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് അവിടെ PDF ആയിട്ട് ലഭിക്കും. പഠിക്കാനുള്ളത് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മുൻകാലം നടത്തിയ പരീക്ഷാ പേപ്പറുകളുടെ ചോദ്യപേപ്പറുകളുടെ ശേഖരം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ പഠിക്കൂ. എല്ലാവർക്കും വിജയാശംസകൾ.